മാവേലിയോടൊപ്പം ഞാനിപ്പോൾ നമ്മുടെ കണ്ണൂർ പോലീസ് മൈതാനിലാണ്. പോലീസ് മൈതാനിൽ ദിനേശിൻ്റെ നമ്മുടെ ഓണം വിപണന മേള നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ നേരെ ദിനേശിൻ്റെ സ്റ്റാളിലേക്ക് പോകാൻ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട താരം ഇർഷാദ് സാറ് നമ്മുടെ ദിനേശിൻ്റെ വിപണന മേഖലയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമുക്ക് സാറേ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കണ്ണൂരിലെ ദിനേശിൻ്റെ സംഭവം ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്? എന്ത് തോന്നുന്നു? കേരള ദിനേശ് എന്നുള്ളത് കേരളത്തിൻ്റെ മൊത്തം ദിനേശായിട്ട് മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ മലബാറിൽ ഒതുങ്ങുന്നില്ല, പക്ഷെ കുറച്ചുകൂടി വൈഡായിട്ട് കേരളത്തിൻ്റെ കേരളത്തിൻ്റെന്നല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം കേരള ദിനേശ് നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് ആത്മാർത്ഥത്തോടെ ആഗ്രഹം. നമ്മുടെ പ്രേക്ഷകരോട് പറയണ്ട, കണ്ണൂർ പ്രേക്ഷകരോട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഓണാശംസകൾ അറിയിക്കുന്നു. അപ്പോൾ നമ്മുടെ ഓണത്തിന് നേരത്തെ തന്നെ, അതായത് ചിങ്ങം തുടക്കത്തിൽ തന്നെ നമ്മുടെ ദിനേശിൻ്റെ വിപണന നമ്മുടെ സ്റ്റാള് സജീവമായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓണത്തിന് എന്തൊക്കെയാണ് നമ്മൾ ദിനേശ് ഒരുക്കിയിരിക്കുന്നത്? ഇത്തവണത്തിൻ്റെ ഓണത്തിന് നമ്മൾ നല്ലൊരു കിറ്റ് 1300 രൂപയുടെ കിറ്റ് 999 രൂപയ്ക്ക് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സാധന വിലകൾ അനുസ്യൂതം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കുമല്ലോ ഉത്സവ കാലഘട്ടം. ആ ഉത്സവ കാലഘട്ടങ്ങളിൽ സാധാരണക്കാർക്ക് മാന്യമായ വിലയിൽ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 21 ഇനങ്ങളടങ്ങിയ കിറ്റ് നമ്മൾ 999 രൂപയ്ക്ക്. ഇനി വില എത്ര വർദ്ധിച്ചാലും 999 ഒരു മാറ്റവും നമ്മൾ ഉണ്ടാക്കില്ല. ഇതാണ് നമ്മുടെ ലക്ഷ്യം. എത്ര ദിവസം വരെ ഉള്ളത് ഇത്? ഓണത്തിൻ്റെ തലേ ദിവസം വരെ, 4-ാം തീയതി വരെ ഉണ്ടാവും. രാവിലെ എത്ര മണിക്ക് തുടങ്ങും? രാവിലെ ഒരു 9:30-10 മണിക്ക് ആരംഭിക്കും, വൈകുന്നേരം 8 മണി വരെ ഉണ്ടാവും. ഇത് 42,000 തൊഴിലാളികൾ ജോലി ചെയ്ത ഒരു മകൾ സ്ഥാപനമാണ്. ആ സ്ഥാപനം ബീഡി തൊഴിലാളികളായിട്ടുള്ളതാണ്. അതിപ്പം വ്യത്യസ്ത പുതിയ സ്കീമുകൾ കൊണ്ടുവന്ന് അത് ഉയർത്തിക്കൊണ്ടുവന്ന് ഇന്ന് ഒരു വലിയ വിഭാഗം തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നുണ്ട്. ബീഡി വ്യവസായം തകർന്നു നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ദിനേശ് ബീഡിനെ മാത്രം ആശ്രയിച്ച് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും കുടനിർമ്മാണമടക്കം നമ്മുടെ ഈ ദിനേശ് ബീഡി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഈ കൂടുതൽ തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കാൻ പര്യാപ്തമായ ഒരു നിലപാടാണ് ഇപ്പോൾ ദിനേശ് ബീഡി മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നത്. അതുമാത്രമല്ല, സംസ്ഥാനത്ത് നിന്ന് വിട്ടിട്ടും വ്യത്യസ്ത സംസ്ഥാനത്തിൻ്റെ അകത്ത് ഇതിൻ്റെ ബിസിനസ് ആരംഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ വിഷൻ്റെ എല്ലാ വ്യൂവേഴ്സിനും കേരള ദിനേശിൻ്റെ അഡ്വാൻസ് ഓണാശംസകൾ.